ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മുടെ ലഞ്ചും ഡിന്നറും ഒക്കെ പ്രിപ്പയർ ചെയ്യുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ. ഫസ്റ്റ് ഞാനിവിടെ കുറച്ച് ചെറുപയർ ഒന്ന് വേവിച്ചെടുത്തിട്ടുണ്ട്. നമ്മുടെ ലഞ്ചിന് തോരന് വേണ്ടിയിട്ടാണ്. അതിനുള്ള അരപ്പ് തയ്യാറാക്കാം. അതിനായിട്ട് ഞാനിവിടെ 1/4 കപ്പ് തേങ്ങയാണ് എടുത്തിരിക്കുന്നത്. 1/4 കപ്പ് തേങ്ങ നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം 2 അല്ലി വെളുത്തുള്ളി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ ചെറിയ ജീരകം. ഇനി നമുക്കിതൊന്ന് ക്രഷ് ചെയ്തെടുക്കാം. ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേവിച്ച് വെച്ച ചെറുപയറിലേക്ക് ഇതിട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിച്ചാലോ അല്ലെങ്കിൽ കടുക് താളിച്ചാലും മതി കേട്ടോ. അപ്പോഴത്തേക്കും നമ്മുടെ അടിപൊളി പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഒരു തോരൻ റെഡിയാക്കി കിട്ടും. ചെറുപയർ തോരന് നിങ്ങൾ വെക്കാറുണ്ടോ? ഇങ്ങനെയാണോ വെക്കുന്നത്? വീഡിയോസ് കാണുന്നവരാണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. അടിപൊളി ചെറുപയർ തോരനാണ്. ഉപ്പ് നോക്കിയതിന് ശേഷം ഉപ്പ് ആവശ്യമുണ്ടെങ്കിൽ കുറച്ച് ഉപ്പ് കൂടി ആഡ് ചെയ്ത് കൊടുക്കണേ. ഈ ചെറുപയർ തോരനൊക്കെ ഇത്തിരി ഉപ്പ് കൂടുതൽ ഉണ്ടെങ്കിൽ അത് കഴിക്കുമ്പോൾ അതിൻ്റെ ആ ഒരു ടേസ്റ്റ് നമുക്ക് കിട്ടത്തുള്ളൂ. നല്ല ടേസ്റ്റാണ് കേട്ടോ. അങ്ങനെ നമ്മുടെ തോരൻ്റെ പരിപാടി അവിടെ കഴിഞ്ഞു. ഇനി നമുക്ക് ഇതിനകത്ത് വേണമെങ്കിൽ കടുക് താളിച്ചൊഴിക്കാം കേട്ടോ. ഞാനിവിടെ കടുക് ഒന്നും താളിച്ചൊഴിക്കുന്നില്ല. ഓയിൽ അധികം ഉപയോഗിക്കേണ്ടാത്തത് കൊണ്ടാണ് കടുക് താളിക്കാത്തത്. ടേസ്റ്റ് വൈസ് ഓക്കെയാണ്. പക്ഷേ ഇങ്ങനെ എണ്ണയൊക്കെ ഒഴിച്ച് കഴിക്കണമെന്ന് ആഗ്രഹമുള്ളവർ കടുകൊക്കെ പൊട്ടിച്ചൊഴിച്ച് കഴിച്ച് നോക്കുക. ഇനി നമ്മൾ മോര് കറിയാണ് ഉണ്ടാക്കുന്നത്. 1 കപ്പ് തേങ്ങ, 1 അല്ലി വെളുത്തുള്ളി, 1 പച്ചമുളക്. പിന്നീട് നമ്മൾ നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയ പശുവിൻ്റെ പാൽ വെച്ചുണ്ടാക്കിയ കുറച്ച് തൈര് കൂടിയാണ് ഒഴിക്കി കൊടുക്കുന്നത്. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇടുന്നുണ്ട്. 1/4 ടീസ്പൂൺ ചെറിയ ജീരകം അതുകൂടി ഇട്ട് കൊടുത്തു. ഇനി നമ്മൾ തൈര് ഒഴിച്ചു കൊടുക്കും. പല നാട്ടിലും പല രീതിയിലായിരിക്കും ഉണ്ടാക്കുന്നത്. പക്ഷേ നമ്മളിങ്ങനെയാണ് ഉണ്ടാക്കുന്നത്. ഇത് ഏകദേശം 1/2 കപ്പ് തൈര് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ നന്നായിട്ട് അരച്ചെടുക്കണം. നന്നായിട്ടൊന്ന് അരച്ചെടുത്തതിന് ശേഷം നമുക്കത് ഫസ്റ്റ് കടുക് പൊട്ടിച്ചതിന് ശേഷം അതിലേക്ക് നമുക്ക് ഈ അരച്ച് വെച്ച മോരിൻ്റെ കൂട്ട് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ജസ്റ്റ് ഒന്ന് ചൂടാവുമ്പോൾ തന്നെ നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്യുക. അല്ലെങ്കിൽ തൈര് പിരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. ഫ്ലെയിം ഓണാക്കി ചട്ടി വെച്ചു. ചട്ടി വെച്ചതിന് ശേഷം നമുക്ക് 2 വറ്റൽമുളക് കട്ട് ചെയ്തിട്ടു. ജസ്റ്റ് ഞാൻ ഫസ്റ്റ് വറ്റൽമുളക് എടുക്കുന്നതിന് മുമ്പ് ജസ്റ്റ് ഒന്ന് കഴുകിയിട്ടാണ് കട്ട് ചെയ്ത് അതിനകത്തേക്ക് ഇട്ടത്. അതുകൊണ്ടാണ് ഫസ്റ്റ് നമ്മൾ വെളിച്ചെണ്ണ ഒഴിക്കാത്തത്. നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് മുളക് കഴുകിയിട്ട് ഇട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ പൊട്ടിത്തെറിക്കാനുള്ള ചാൻസ് കൂടുതലാണ്. വെളിച്ചെണ്ണ ഒഴിച്ചു. അതിനുശേഷം നമുക്ക് കടുക് കൂടി ഇട്ട് കൊടുക്കാം. മോര് കാച്ചിയതൊക്കെ നമ്മൾ കാച്ചി എടുക്കുന്നതാണ് ടേസ്റ്റ്. പല കറികൾക്കും പല രീതിയാണ് കേട്ടോ. മോരൊക്കെ കാച്ചുന്ന സമയത്ത് നന്നായിട്ട് കടുവൊക്കെ വറുത്തിട്ട് വേണം കാച്ചാൻ. എങ്കിലേ അതിൻ്റെ ആ ഒരു ടേസ്റ്റ് നമുക്ക് കിട്ടത്തുള്ളൂ. നന്നായിട്ട് മുരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ അരച്ച് വെച്ച മിക്സ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. ഒഴിച്ചു കൊടുത്ത് ഉടനെ തന്നെ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യണം. എന്ന് വെച്ചാൽ നമുക്ക് ആ പാത്രത്തിൻ്റെ ചൂട് മതി. നമ്മുടെ മോര് ഒന്ന് ജസ്റ്റ് ഒന്ന് ചൂടായാൽ മതി. അത് നമ്മുടെ ആ ചൂടായ പാത്രത്തിൽ ഇരുന്ന് തന്നെ അങ്ങ് ചൂടായിക്കോളും. അതുകൊണ്ട് അന്നേരം തന്നെ ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്യണം. ഉപ്പൊന്ന് നോക്കിക്കോണം. ഉപ്പ് ആവശ്യത്തിന് ഉണ്ടെങ്കിൽ നമുക്ക് ആഡ് ചെയ്യേണ്ട, അല്ലെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കുക.
അപ്പോൾ പെട്ടെന്ന് 2 കറി റെഡിയായ ലഞ്ചിന് തയ്യാറാക്കാവുന്ന ഒന്ന് അടിപൊളി പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള നമ്മുടെ ചെറുപയർ തോരനും റെഡി ആയിട്ടുണ്ട്. നല്ല പശുവിൻ പാല് വെച്ചുള്ള ഉണ്ടാക്കിയ തൈര് വെച്ച് ഒരു മോരുകറി റെഡി ആയിട്ടുണ്ട്. അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. ഇതിൻ്റെ കൂടെ ഒരു മുളകിട്ട മീൻകറിയുടെ വീഡിയോ ഞാൻ ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടില്ല. പക്ഷേ ഞാൻ മത്തി മുളകിട്ട ഒരു മീൻകറിയും കൂടി വെച്ചിട്ടുണ്ട് കേട്ടോ. മീൻകറിയും ഈ മോരുകറിയും ഒക്കെ കൂട്ടി തിന്നാൻ അടിപൊളി ടേസ്റ്റാണ്. അടിപൊളി ഒരു മോരുകറി അങ്ങനെ പെട്ടെന്ന് റെഡിയായി. നമുക്ക് 1 മണിക്കൂർ കൊണ്ട് തന്നെ ലഞ്ചും ബ്രേക്ക്ഫാസ്റ്റും പ്രിപ്പയർ ചെയ്യാം കേട്ടോ. ഞാൻ മിക്കപ്പോഴും ലഞ്ച് പ്രിപ്പയർ ചെയ്യുന്ന ആ സമയത്ത് തന്നെ ബ്രേക്ക്ഫാസ്റ്റും കൂടെ പ്രിപ്പയർ ചെയ്യും. അപ്പോൾ നമ്മുടെ പണി പെട്ടെന്ന് തീർന്ന് നമുക്ക് കിച്ചണിൽ നിന്ന് ഇറങ്ങാൻ പറ്റും. അപ്പോൾ നമുക്ക് വേറെ കാര്യങ്ങൾ ചെയ്യാനായിട്ട് ഒരുപാട് സമയം കിട്ടും. അതുകൊണ്ട് അങ്ങനെ എല്ലാവരും കിച്ചണിൽ കയറുന്ന സമയത്ത് കിച്ചണിൻ്റെ പണി ഫുള്ള് തീർത്തിട്ട് ഇറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഡിന്നർ സമയത്ത് എന്തെങ്കിലും ഒന്ന് തട്ടിക്കൂട്ടിയാൽ മതിയല്ലോ. നമ്മുടെ മോരുകറിയും പയറുതോരനും റെഡിയായി. ഇനി നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിനുള്ള ചമ്മന്തി, കടുവറുത്ത ചമ്മന്തി ഉണ്ടല്ലോ അപ്പത്തിനൊക്കെ കൂടെ കഴിക്കുന്നത്. നിങ്ങളുടെ നാട്ടിൽ അത് ഉണ്ടാക്കാറുണ്ടോ? ഞാൻ 1 കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്, 2 കൊച്ചുള്ളി എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ കൂടി 1/4 ടീസ്പൂൺ ഉപ്പും 1/4 ടീസ്പൂൺ മുളക് പൊടിയും ചേർത്ത് ഒന്ന് ക്രഷ് ചെയ്തെടുത്തു. വേറെ ഒന്നും ആഡ് ചെയ്തിട്ടില്ല. ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് കടുക് പൊട്ടിച്ചതിന് ശേഷം ഇതിട്ട് 2 മിനിറ്റ് ഒന്ന് വഴറ്റി കൊടുക്കുക. ഒന്ന് വഴറ്റി കൊടുത്തതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യുക. അപ്പോഴത്തേക്കും നമുക്ക് അപ്പത്തിന് കൂട്ടാൻ പറ്റിയ അടിപൊളി കടുവറുത്ത ചമ്മന്തി റെഡിയായി കിട്ടും കേട്ടോ. ഇതെല്ലാം സിമ്പിളായിട്ടുള്ള റെസിപ്പീസാണ് കേട്ടോ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. കടുക് പൊട്ടി തുടങ്ങുന്ന സമയത്ത് മാത്രം നമുക്ക് നമ്മുടെ അരച്ച് വെച്ച തേങ്ങ ചമ്മന്തി ഇട്ട് കൊടുക്കാം. നിങ്ങളുടെ നാട്ടിൽ ഇതൊക്കെ ഉണ്ടാക്കാറുണ്ടോ? വീഡിയോ കാണുന്നവരാണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. കടുകൊക്കെ പൊട്ടി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് അരച്ച് വെച്ച ചമ്മന്തി അതിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മളൊക്കെ വീട്ടമ്മമാരല്ലേ, പെട്ടെന്ന് ഇറങ്ങാൻ ആഗ്രഹിക്കുന്നവരല്ലേ. അപ്പോൾ ഇങ്ങനെയുള്ള റെസിപ്പീസ് സിമ്പിളായിട്ട് എങ്ങനെ തട്ടിക്കൂട്ടി നല്ല ടേസ്റ്റോടെ നമ്മുടെ വീട്ടിലുള്ളവർക്ക് ഫുഡ് കൊടുക്കാം. നന്ന് നോക്കണം കേട്ടോ. ഇതൊക്കെ തട്ടിക്കൂട്ട് ചമ്മന്തിയാണ്, പക്ഷേ എന്നാലും നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പത്തിൻ്റെയൊക്കെ കൂടെ ഇങ്ങനെ ട്രൈ ചെയ്യാത്തവരുണ്ടെന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പം നമ്മുടെ അപ്പത്തിനുള്ള ചമ്മന്തി ഇവിടെ റെഡിയായി കിട്ടി. ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ ഇതിന് കടുവറുത്ത ചമ്മന്തി എന്ന് പറയും. നിങ്ങളും അങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും പറയുന്നത്. ഇനി നമുക്കിത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കണം. നമുക്ക് ചമ്മന്തി ഒരു പ്ലേറ്റിലേക്ക് തട്ടി കൊടുക്കാം കേട്ടോ. നമുക്ക് ഈ പാനിൽ തന്നെ നമുക്ക് വേണ്ട അപ്പം കൂടി ചുട്ടെടുക്കാം. പിന്നെ ഞാനിവിടെ മീനൂടെ പൊരിക്കുന്നതിൻ്റെ ഒരു റെസിപ്പി ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. മഞ്ഞൾപ്പൊടിയും കുരുമുളകും ഉപ്പും കുറച്ച് ലേശം മുളക് പൊടിയും കൂടി ഇട്ടാണ് മീൻ പൊരിക്കുന്നത് കേട്ടോ. അതിൻ്റെ ആ ഒരു ഷോട്ട് എടുക്കാൻ വിട്ടുപോയി. പൊടികളിട്ട് നമ്മൾ ആ മീനൊന്ന് മിക്സ് ചെയ്യുന്നത് കേട്ടോ.
പക്ഷെ നമ്മളെല്ലാവർക്കും മീൻ പൊരിക്കുന്ന റെസിപ്പി അറിയാമല്ലോ. ഇനി നമ്മളിവിടെ വെള്ളയപ്പമാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള ഒരു വെള്ളയപ്പമാണ്. വെള്ളയപ്പം ഉണ്ടാക്കുന്ന സമയത്ത് നമ്മൾ കരിക്കും വെള്ളം ഒഴിച്ച് കൊടുത്തു കഴിഞ്ഞാൽ തന്നെ നമ്മുടെ മാവ് പെട്ടെന്ന് പുളിച്ച് പൊങ്ങി വരും കേട്ടോ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. സിമ്പിളായിട്ട് നമുക്ക് വെള്ളയപ്പമൊക്കെ ഉണ്ടാക്കുന്നതിൻ്റെ റെസിപ്പിയുടെ വീഡിയോ ഒക്കെ ഞാൻ ഈ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. മാവ് കോരി ഒഴിച്ച് പരത്തി കൊടുക്കാം. അപ്പോഴത്തേക്ക് നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള വെള്ളയപ്പം നമുക്ക് റെഡിയായി കിട്ടും. ഈ സമയത്ത് നമുക്ക് ലഞ്ചിനുള്ള 2 കറി നമ്മൾ പ്രിപ്പയർ ചെയ്തു. 2 അല്ല 3 കറി, മുളക് കറിയും കൂടി കൂട്ടി 3 കറി പ്രിപ്പയർ ചെയ്തു. ഇനി നമ്മൾ ബ്രേക്ക്ഫാസ്റ്റും സെയിം ടൈമിൽ തന്നെ ഉണ്ടാക്കുകയാണ്. നമ്മുടെ അപ്പം ഓരോന്നോരോന്നായിട്ട് നമുക്ക് ചുട്ടെടുക്കാം. നമ്മുടെ അപ്പം അങ്ങനെ എന്ത് വന്നിട്ടുണ്ട്. ജസ്റ്റ് സൈഡൊക്കെ ഒന്നുകൂടെ ഒന്ന് മുരിഞ്ഞ് വരട്ടെ. ആ സമയത്ത് നമുക്ക് മീനൂടെ പൊരിച്ചെടുക്കാം. എന്താ പറയുക, മീനിൻ്റെ റെസിപ്പി ഞാൻ പറഞ്ഞായിരുന്നല്ലോ. മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, മുളക് പൊടി, ഉപ്പ് ഇത്രയും കൂടെ ചേർത്ത് നന്നായിട്ട് മാഗ്നേറ്റ് ചെയ്ത് ഒരു 10-15 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് നമുക്ക് വെളിച്ചെണ്ണയിലൊന്ന് പൊരിച്ചെടുക്കാം. അപ്പോഴത്തേക്ക് നമ്മുടെ അപ്പവും സൈഡ് നമ്മൾ ചുട്ടിയിട്ട് മാറ്റുന്നുണ്ട്. ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് ചായയും കൂടി ഇടാം. അപ്പോഴത്തേക്ക് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെതും ലഞ്ചിൻ്റെതും പരിപാടി ഒരു സമയം നമുക്ക് തീർന്നു കിട്ടും. ചായക്കുള്ള വെള്ളവും കൂടി വെച്ചു. വെള്ളം തിളച്ച് വരുന്ന സമയത്ത് നമുക്ക് പാലൊഴിച്ച് കൊടുത്ത് തേയിലയിട്ട് കൊടുക്കാം. അല്ലെങ്കിൽ നമുക്ക് പാലായിട്ട് തന്നെ കുടിക്കാം. തേയില ഉപയോഗിക്കാത്തവരാണെങ്കിൽ അതിൻ്റെ കൂടെ ഹോർലിക്സോ ബൂസ്റ്റോ ഏതാണ് നിങ്ങളുടെ ഫ്ലേവർ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ആഡ് ചെയ്ത് കുടിക്കാം. ചായ കുടിക്കുന്നത് അത്ര ഹെൽത്തി അല്ല, എന്നാലും എനിക്ക് ഡെയിലി ഒരു ചായ കുടിച്ചില്ലെങ്കിൽ എന്തോ ഒരു സുഖം കിട്ടില്ല. ചായ കുടിച്ച് ഒരു ഗ്ലാസ് ചായ എടുത്ത് വെച്ച് അത് കുടിച്ചാണ് ഞാൻ ഈ പണികളെല്ലാം ചെയ്ത് തീർക്കാറ്. പക്ഷെ പെട്ടെന്ന് തന്നെ എൻ്റെ ലഞ്ചും ഡിന്നറൊക്കെ ഒരു മണിക്കൂറല്ല 1.25 മണിക്കൂറിന് മുമ്പ് കിച്ചൺ ക്ലീനിങ്ങും നമ്മുടെ ലഞ്ച് പ്രിപ്പറേഷനും ഒക്കെ കഴിയും കേട്ടോ. നമുക്ക് തലേന്ന് തന്നെ ഒരു ഐഡിയ ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഇതൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് കിച്ചണിൽ നിന്ന് ഇറങ്ങി നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളിലേക്ക് ഇൻവോൾവ് ആവാൻ പറ്റും. ജസ്റ്റ് നമ്മൾ ഒന്ന് കിടക്കുന്നതിന് മുമ്പ് ജസ്റ്റ് ഒന്ന് പ്ലാൻ ചെയ്യുക. നാളെ രാവിലെ എന്തുണ്ടാക്കണം, ലഞ്ചിന് കറികൾ എന്തൊക്കെ വേണം. വീട്ടമ്മമാരുടെ കാര്യമാണ് പറഞ്ഞത്. വീട്ടമ്മമാർക്കല്ലേ ഇതിനെ പറ്റിയൊക്കെ ഒരു വ്യക്തമായ ധാരണയുള്ളൂ. ഇപ്പം പിന്നെ ഹസ്ബൻഡ്സും ഒക്കെ ഇൻക്ലൂഡ് ചെയ്യാറുണ്ട്. എന്നാലും ലഞ്ചിനൊന്നും ഇങ്ങനെയൊന്നും പ്രിപ്പയർ ചെയ്യാൻ അവർ നമ്മുടെ കൂടെ കൂടാറില്ലല്ലോ. അതുകൊണ്ട് ലഞ്ചിനൊക്കെ പ്രിപ്പയർ ചെയ്യുന്ന അമ്മമാരും ചേച്ചിമാരും ഒക്കെ ഈ വീഡിയോ ഒന്ന് കാണുക. ഒരു ഐഡിയ ആണ് കേട്ടോ. അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള വെള്ളയപ്പം റെഡിയായി വരുന്നുണ്ട്. ഞാൻ ചുട്ടിയിട്ട് മാറ്റുന്നുണ്ട് കേട്ടോ. ഇതിൻ്റെ ഇടയ്ക്കൂടെ ഞാൻ ചൂടോടെ കഴിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ക്വാണ്ടിറ്റി എണ്ണം കുറവ്. എന്നെപ്പോലെ നിങ്ങളും ചുടുന്ന സമയത്ത് ചൂടോടെ ഒരെണ്ണം ചായയും പൊക്കി കഴിക്കുന്നവരുണ്ടോ എന്ന് കമൻറ്റ് ചെയ്യണേ. നമുക്കല്ലാതെ ഇരുന്ന് കഴിക്കാനുള്ള ടൈം അങ്ങനെ കിട്ടാറില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ചുടുന്ന സമയത്ത് ചൂടോടെ ഒരെണ്ണം എടുത്ത് ചായയിൽ മുക്കി ഞാൻ കഴിക്കുക. അപ്പോൾ നമ്മുടെ വിശപ്പും തീരും, നമ്മുടെ വൈകിട്ട് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ആവും. സ്കിപ്പ് ചെയ്യണ്ട, ഇങ്ങനെ കഴിച്ചാലും മതി. ഇരുന്ന് കഴിക്കണമെന്ന് തന്നെ നിർബന്ധമൊന്നുമില്ലല്ലോ. അങ്ങനെ ടേസ്റ്റി ആയിട്ട് നമ്മുടെ പാലപ്പം റെഡിയായി, മീൻ പൊരിച്ചത് റെഡിയായി, മോരുകറി റെഡിയായി, പയറുതോരനായി. ഇനി നമുക്ക് പാലും കൂടി ഒന്ന് കാച്ചിയെടുത്തിട്ട് നമ്മുടെ പണി ഇവിടെ ഫിനിഷ് ചെയ്യാം കേട്ടോ. ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. ഇനിയും നല്ല നല്ല വീഡിയോസായിട്ട് ഇതുപോലുള്ള വീഡിയോസും സിമ്പിളായിട്ടുള്ള റെസിപ്പീസും ഒക്കെ ആയിട്ട് നമുക്ക് കാണാം. ഈ കുഞ്ഞു ചാനൽ ഒന്ന് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. എങ്കിലേ നമുക്ക് അടുത്ത വീഡിയോ ഇടാനുള്ള എന്താ പറയുക ഒരു ഇൻട്രസ്റ്റ് നമുക്ക് കിട്ടുകയുള്ളൂ. അപ്പോൾ അതുവരേക്കും ബൈ, ടേക്ക് കെയർ.